ഭയങ്കര ഇവരെന്താന്നറിയാ ഭയങ്കര മാറ്റങ്ങൾ വന്നു ശരിക്കും നമുക്ക് തന്നെയാണ്. വെറുതെ മുഖം വീർപ്പിച്ച് ഞാൻ മുഖത്ത് വീർപ്പിച്ചിട്ടൊന്നുമില്ല. നീ ഭയങ്കര ഓട്ടായിരുന്നു ഓർക്കുന്നുണ്ട്. ഞാനിനി ഒന്നൊന്ന് എടുത്തു നോക്കിക്കോട്ടെ എന്ന്. ഹലോ കൂട്ടുകാരെ. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എവിടാ എപ്പോഴും എടുക്കോടാ 50 വയസ്സ് പ്രായമുള്ള കുഞ്ഞുവാവ. 50 വയസ്സോ? 50 വയസ്സ് 50 ദിവസം. 50 ദിവസം കേട്ടോ. 50 വയസ്സല്ല 50 ദിവസം. 50 ദിവസം മുന്നേ എൻ്റെ ദൈവമ്മ അമ്മേൻ്റെ പൊണ്ണ് വെള്ള വയറ്റിന്ന് വന്നിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പൊ വീട്ടിൽ പോയി. അപ്പൊ നമ്മൾ രണ്ടും ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ആദ്യത്തെ ദിവസം ഹോസ്പിറ്റലിൽ കുഞ്ഞുവാവ ഉണ്ടായിട്ട് ആദ്യത്തെ ദിവസം എങ്ങനെയായിരുന്നു? ആദ്യത്തെ ദിവസം നീ ഓർക്കുന്നുണ്ടോ? എങ്ങനെയാന്ന്? ഉണ്ട്. എന്താ നീ ഇവിടെ വാ. ആദ്യത്തെ ദിവസം കുഞ്ഞു അന്നിട്ട് ഉടുപ്പായത് കേട്ടോ. അന്ന് ഇതാണ് കേട്ടേ പൊടി. അതെ, അന്നിട്ട് ഉടുപ്പായത് നീ ഓർക്കുന്നുണ്ടോ? ആദ്യമായിട്ട് ഉണ്ടായപ്പോ ഞാൻ ഇടിപ്പിച്ച് ഉടുപ്പിതാ. ഇതായിരുന്നല്ലേ ഇട്ടേ. അന്ന് ഭയങ്കര ലൂസായിരുന്നില്ലേ? ഇപ്പൊ പാകായി കേട്ടോ. ഇപ്പൊ അത് പാകല്ല, അത് ടൈറ്റായി. പൊന്നുവിന്റെ കൂടെ ആർക്കും നിൽക്കാനും പറ്റില്ലല്ലോ ഇവിടെ. പൊന്നു തന്നെ അന്ന് രാത്രി പൊന്നും കുഞ്ഞും അമ്മയും മോളും അന്ന് രാത്രി തന്നെയല്ലേ? പറ. ഞാൻ വൈകൊന്നും ഇട്ടില്ലേ കൂട്ടുകാരെ. അത് പാവായിരുന്നു കേട്ടോ. പാവം മിണ്ടാതെ. അപ്പുറത്തെ പിള്ളേരൊക്കെ കരയുമ്പോ കുഞ്ഞു മാത്രം അങ്ങനെ പേടിച്ചു പോയിട്ടുണ്ടാവും. ഇംഗ്ലീഷ് പിള്ളേര് കരയുന്ന കേട്ടപ്പോളേ. ഷായിപ്പന്മാര് കരഞ്ഞു കേട്ടപ്പോ പേടിച്ചു പോയോ? അപ്പൊ ഒരു കുഞ്ഞ്, എന്റെ ദൈവമേ. കുഞ്ഞാ, അപ്പൊ നിനക്ക് ഈ 50 ദിവസമായില്ലേ? ഈ 50 ദിവസം കഴിഞ്ഞപ്പോ നിനക്ക് വന്ന മാറ്റങ്ങളും കുഞ്ഞിന് വന്ന മാറ്റങ്ങളും എന്താ നിനക്ക് തോന്നി? 50 ദിവസം മുന്നേ നീ അങ്ങനെയായിരുന്നു. ഇപ്പൊ നിനക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു ഒരു പുതിയ അമ്മ എന്ന നിലയില്? 50 ദിവസം മുന്നേ ഞാന് എന്താ എന്റെ കാര്യം മാത്രം നോക്കിയാ മതിയായിരുന്നു. അതാണ് ആദ്യം വന്ന മാറ്റം. ഇപ്പൊ എനിക്ക് കുഞ്ഞു ബേബിന്റെ കാര്യമാണ് പ്രാധാന്യം അല്ലേ? രാവിലെ എണീക്കുന്നു. അപ്പൊ എന്താ 50 ദിവസം മുന്നേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഗർഭിണിയായിരുന്നല്ലോ. നമ്മളല്ല, നീ. നമ്മള് ഗർഭിണി എന്ന് പറഞ്ഞാൽ നമ്മൾ വി ആർ പ്രഗ്നന്റ് എന്നല്ലേടാ? അങ്ങനെ പറയാം. പ്രഗ്നന്റ് ആയിരുന്നപ്പോ എന്താ എനിക്ക് തന്നെ കുളിക്കാനൊന്നും പറ്റില്ലായിരുന്നല്ലോ. അപ്പൊ ഡെയിലി കുളിക്കൊന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പൊ ഇങ്ങനെ എപ്പോഴും ക്ലീൻ ആയിരിക്കണം, വൃത്തിയായിരിക്കണം. കൈ, നഖം എല്ലാം ഞാനിങ്ങനെ വേഗം വേഗം നോക്കൂലേ. മുടി കെട്ടിയത്, മാല മുന്നോട്ട് വരുന്നുണ്ടോ, കുഞ്ഞുവിനെ തട്ടുന്നുണ്ടോ, അങ്ങനെയൊക്കെ എനിക്കിങ്ങനെ ഭയങ്കര കിടക്കുന്ന സ്ഥലം കൃത്യമായിട്ട് വൃത്തിയാണോ, കുഞ്ഞുവിന്റെ ഡ്രസ്സൊക്കെ നല്ല ഇതാണോ, അങ്ങനെ ഇങ്ങനെ ഭയങ്കര ഭയങ്കര ഇങ്ങനെ എന്താ പറയാ, ഒരു അമ്മയാവുമ്പം ഒരു അമ്മക്കില് കുഞ്ഞിനെ കൂട് കൂട്ടി കൊടുക്കൂലേ. എന്റെ കഴുത്തൊടിയുന്നു. എന്താ കണ്ടോ അമ്മേനെ വിളിക്കുന്ന ഈ അമ്മ എന്നുള്ള വീട് വന്ന് ഇങ്ങനെയായിരിക്കും കേട്ടോ. കുഞ്ഞുമക്കൾ ഇങ്ങനെ അമ്മയെന്നൊക്കെ കരയുന്നേ. അങ്ങനെയായിരിക്കും അമ്മ എന്ന് പറയുന്ന പിള്ളേരെ അമ്മ എന്ന് വിളിച്ചു തുടങ്ങിയത് കേട്ടോ. ആരായിരിക്കില്ല അമ്മ എന്നുള്ള വേർഡ് കണ്ടുപിടിച്ചേ? കറക്റ്റ് പദം അമ്മാന്ന്. അത് കുഞ്ഞുവാവമാര് കരയുന്നേ അമ്മാന്നല്ലേ കരയാ? അമ്മാന്നല്ല, അമ്മേ. നീ ഭയങ്കര ക്യാമറയിലൊക്കെ നോക്കലാണല്ലോ കുഞ്ഞിപ്പെണ്ണെ. നീ എന്നതായി നോക്കുന്നേ? കൂട്ടുകാരോടൊക്കെ വർത്താനം പറയാനോ? ഞാൻ പറ. അല്ല കൂട്ടുകാരെ, ഞാൻ അങ്ങനെ ഫോണിലൊന്നും നോക്കാറില്ല. എനിക്ക് വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഒന്നും ഇല്ലേ. എനിക്ക് വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാമും ഒരു യൂട്യൂബും ഇല്ലേന്ന് പറ. അയ്യോടാ, എത്ര പേരല്ലേ സ്കൈ ബേബിനെ കാണാണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാര്. അയ്യോടാ കുട്ടി, അമ്മന്റെ പുല്ലേനെ കാണാൻ എത്ര കൂട്ടുകാരുണ്ടെന്ന് അറിയോ? നാട്ടിൽ പോയിട്ട് എല്ലാരും കാണണ്ടേ? അപ്പൊ അപ്പ എന്ന നില നിനക്ക് എന്തൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാ 50 ദിവസം കൊണ്ട്? എനിക്ക് വന്ന ഒന്നാമത്തെ മാറ്റം എന്ന് വെച്ചാല് 50 ദിവസം മുന്നേ പൊന്നുവിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയായിരുന്നു. ഇപ്പം നീ പറഞ്ഞ പോലെ തന്നെ നിന്റെ കാര്യം നോക്കണം, കുഞ്ഞിന്റെ കാര്യം നോക്കണം. അതാണ് മെയിൻ പോയിന്റ് കേട്ടോ. അതിന്റെ മെയിൻ പോയിന്റ്. പിന്നെ നീ എന്തൊക്കെ പഠിച്ചു 50 ദിവസം കൊണ്ട്? 50 ദിവസം കൊണ്ട് എന്റെ പോയിന്റോ, കുഞ്ഞുവാവേനെ കുളിപ്പിക്കാൻ പഠിപ്പിച്ചു, എണ്ണ തേക്കാൻ പഠിപ്പിച്ചു, കുളിപ്പിക്കാൻ പഠിപ്പിച്ചു, എടുക്കാൻ പഠിച്ചു, എടുക്കാൻ പഠിച്ചു, ഉറക്കാൻ പഠിച്ചു, ഉടുപ്പിടാൻ പഠിച്ചു,
പിന്നെന്താ പഠിച്ചേ? കരയും എന്താ കരയാണ്ടിരിക്കാൻ പഠിച്ചു, ട്രിക്സ് പഠിച്ചു, ടിപ്സ് പഠിച്ചു. ആ അപ്പൊ തന്നെ അവളുടെ ഓരോ ശബ്ദത്തിന്റെ വ്യത്യാസങ്ങൾ പഠിച്ചു. കുഞ്ഞിന്റെ ശബ്ദത്തിലൊക്കെ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്ന ശബ്ദങ്ങളില്ല ഇങ്ങനെ, അത് നമുക്ക് ചെറിയ ചെറിയ വ്യത്യാസം വന്ന് നമുക്ക് മനസ്സിലാവും കുഞ്ഞ് എന്തിനാ ഒച്ച ഉണ്ടാക്കുന്നത് കേട്ടോ. ഇപ്പൊ അങ്ങനെ ഒരു എന്ന് പറയുന്ന ഒരു ഒച്ച വരുവാണെങ്കിൽ അവക്ക് കക്കുന്നത് അങ്ങനെ വരുന്ന. പിന്നെ കുഞ്ഞുണ്ടായപ്പോ എനിക്ക് കുഞ്ഞിനെ എടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു. കുഞ്ഞല്ലേ, അപ്പം എടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു. നിനക്ക് ഭയങ്കര ഇവരെന്താന്നറിയോ, അന്ന് ഭയങ്കര തിരക്കാണല്ലോ. ഇച്ചയ്ക്ക് എന്താ പറയാ എല്ലാം ചെയ്യണം, ഓടി നടന്ന് എല്ലായിടത്തും പോകണം, എനിക്കുള്ള മരുന്നും അതും ഇതൊക്കെ കൊണ്ടുതരണം. കുഞ്ഞു ബേബിക്കൊന്നും വേണ്ടായിരുന്നു. എനിക്ക് കുറേ എന്തൊക്കെയോ കാര്യങ്ങൾ, ചൂടുവെള്ളം വേണം, തണുത്ത വെള്ളം വേണം, ഫുഡ് ഉണ്ടാക്കി എടുത്തു തരണം. അങ്ങനെ നീ ഭയങ്കര ഓട്ടമായിരുന്നു. ഓർക്കുന്നുണ്ടോ കുഞ്ഞിനെ? മറ്റേ ഇച്ച കുറേ വൈകുന്നേരം പോവാനായപ്പോ എന്നോടിങ്ങനെ ഞാനിനി ഒന്നൊന്ന് എടുത്തു നോക്കിക്കോട്ടെ എന്ന്. അയ്യോ കുഞ്ഞു ഞാനൊന്ന് എടുത്തോട്ടെ, ഞാൻ ഇച്ചിരി നേരം എടുത്തു നോക്കിക്കോട്ടെ എന്ന്. കുഞ്ഞച്ചിക്ക് ഡൂഡും ഉണ്ടായപ്പോഴും ഞാൻ അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല. കുഞ്ഞായിരുന്നപ്പോൾ അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് കുഞ്ഞു വാവേനെ എടുക്കുന്ന ഞാൻ കുഞ്ഞുവിനെ കേട്ടോ. അതുകൊണ്ട് എനിക്കാണെങ്കിൽ വലിയ എടുത്ത എക്സ്പീരിയൻസും ഇല്ലാത്തതുകൊണ്ടാണ് പേടി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എടുത്തെടുത്ത് ഗ്യാസൊക്കെ കൊട്ടി കുളിപ്പിച്ച് കായും കാര്യം എണ്ണയൊക്കെ തേച്ച് പഠിച്ച് ഇനിയിപ്പോൾ ഒറ്റക്കൈ പൊക്കി എടുക്കും. അല്ലേ കുഞ്ഞ? അല്ലേ? അപ്പൊ സേഫ് ആയിട്ടാ എടുക്കുന്നേ പറ. അപ്പൻ്റെ അടുത്ത് വരുമ്പോ കരച്ചിലൊക്കെ നിക്കും. 3 ഹച്ചിയാട്ടോ. 3 ഹച്ചിയാണ് കുഞ്ഞ്. നോക്ക് തേങ്ങ നടക്കുന്നത് കൈ വെച്ചിട്ട്. നമ്മള് 3 പേരും അങ്ങോട്ട് നോക്കുമ്പോ അവള് അതേപോലെ തന്നെ നോക്കുക. നമ്മള് 3 പേരാണല്ലോ. എന്താ തണുപ്പാണോ? തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പാട്ടോ. ഇന്നലെ നല്ല ചൂടായിരുന്നില്ലേ? പക്ഷെ ഇന്ന് ഭയങ്കര തണുപ്പ്. ഇവിടുത്തെ കാലാവസ്ഥ ഇങ്ങനെയാട്ടോ. ഒരു ദിവസം ചൂടാണെങ്കിൽ ഒരു ദിവസം തണുപ്പ്. തണുപ്പ് ഇഷ്ടമല്ല എനിക്ക്. തണുപ്പ് ഇഷ്ടമല്ല. തണുപ്പാകുമ്പോ ഇങ്ങനെ നമുക്ക് മൂടി പറിച്ചൊന്ന് കിടന്നാ മതി, ഒരു കട്ടൻ കാപ്പിയൊക്കെ കിട്ടി, അങ്ങനെ ഒരു ഫീലല്ലേ? മടിയാ, ഒന്നും ചെയ്യാൻ തോന്നില്ല. പിന്നെ കുഞ്ഞു ബേബിക്ക് വന്ന 50 ദിവസത്തെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാ? കുഞ്ഞു ആദ്യത്തെ ദിവസങ്ങളിൽ കുഞ്ഞു അങ്ങനെ ഇങ്ങനെ തൊഴിയും ഇടിയും ഒന്നും ഇല്ലായിരുന്നു. കിടത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ തന്നെ അങ്ങനെ കടന്നോളും. ഇങ്ങനെ മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കുഞ്ഞു ഒച്ചയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പോ കടത്തിയാല് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പുതപ്പ് ഒരു തുള്ളി മേത്തിടില്ല കേട്ടോ. പുതപ്പിടാൻ സമ്മതിക്കത്തില്ല, ചവിട്ടി എല്ലാം എന്റെ പുതപ്പും കൂടി ചവിട്ടി അവളെ കളയട്ടോ. രാവിലെ ഞാൻ എണീച്ച് കുളിക്കാനൊക്കെ പോകുമ്പോ അവളെ ഇച്ചേൻ്റെ അടുത്ത് കിടത്തും. അവളെ ഞാൻ ഇച്ചിരി ദൂരെയായിരിക്കും കിടത്തിട്ടുണ്ടാവുക. അവളിങ്ങനെ നുഴഞ്ഞുഴഞ്ഞ് ഇച്ചേൻ്റെ കഷത്തിന്റെ ഇടയിൽ പോയി കയറി കിടന്നിട്ടുണ്ടാവും. ഇനിയിപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ട്. എൻ്റെ ഒച്ച നന്നായിട്ട് അറിയാട്ടോ അവക്ക്. അയ്യോ ഞാൻ എണീച്ച് പോകുമ്പോഴത്തേക്കും തന്നെ കണ്ണോർന്ന് നോക്കും. പൂച്ചോർക്കല്ലേ. അപ്പൊ ഞാനിങ്ങനെ അവിടുന്ന് വിളിക്കും, അമ്മന്റെ പൊന്നേ, അമ്മന്റെ പൊന്നേ, അമ്മന്റെ പൊന്നേ, അമ്മന്റെ പൊന്നേ, അമ്മന്റെ മുറ്റാനോ. കുഞ്ഞുവിന് വന്നതിനേക്കാളും കൂടുതൽ ഭയങ്കര മാറ്റങ്ങൾ വന്നു ശരിക്കും നമുക്ക് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ കുഞ്ഞുണ്ടായപ്പോൾ തൊട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചത് നമുക്ക് ഇപ്പോൾ ശരിക്കും ഓർക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ? മറ്റൊരു സിനിമയ്ക്കത് പറഞ്ഞിട്ടില്ലേ, ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ പുതിയൊരു അച്ഛനും അമ്മയും കൂടിയാണ് ജനിക്കുന്നതെന്ന് പറയത്തില്ലേ? അത് ശരിയാട്ടോ. നമ്മൾ കുഞ്ഞുണ്ടായി പിന്നെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഭയങ്കര ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഇച്ചയ്ക്കാണേലും അതെ, ഭയങ്കര ശ്രദ്ധ കൂടി കേട്ടോ. അല്ല ഞാൻ പറഞ്ഞല്ലേ, ഇച്ച രാത്രി ഉറക്കത്തിൽ കള്ളം വരും, ഇടിക്കുകയൊക്കെ ചെയ്യുന്നു. ഇപ്പൊ കള്ളം വരാറില്ല കേട്ടോ. ഇപ്പൊ കള്ളം വരാറില്ല, ഒന്നും വരാറില്ല. കള്ളൻ എവിടെ പോയിട്ടുണ്ടാവില്ലേ? എല്ലാ മിക്ക ദിവസം വരുമായിരുന്നു, ഇപ്പൊ വരാറില്ല. ഇപ്പൊ ഈ കുഞ്ഞൊന്ന് രാത്രിയിൽ എങ്ങാനും പാമ്പർ മാറാൻ വേണ്ടിട്ട് ഇങ്ങനെ ഞെളിവിലൊക്കെ ഇങ്ങനെ കൊള്ളുമ്പോഴത്തേക്ക് ഇച്ചറിയും. എന്നിട്ട് ഇച്ച എന്നെ വിളിക്കും, കൊച്ചനങ്ങുന്നു. അതാണ് അത്ര അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ എന്താലേ അപ്പൊ ഓർത്തൊക്കെ നമ്മളൊക്കെ ഉണ്ടായപ്പോ നമ്മുടെ അച്ഛൻ്റെ അമ്മേന്റെ ഒക്കെ നമ്മളുണ്ടായപ്പോ നമ്മുടെ പാരന്റ്സ് അവരെങ്ങനെയായിരുന്നു അല്ലേ?
അതവർക്ക് ഭയങ്കര ഒരു ഭയങ്കര ഒരിതല്ലേ? അപ്പൊ നമ്മുടെ കൂട്ടുകാര് ഞാനുണ്ടായപ്പോ ഞാനിങ്ങനെ തക്കൂട് കുട്ടിയായിരുന്നു. ഞാൻ പാവായിരുന്നു. നീ പാവായിരുന്നു. നീ കുശുമ്പനായിരുന്നില്ലേ? ഞാൻ പുഷ്പൊന്നുമായിരുന്നില്ല. ഇവ കോഴിക്കുഞ്ഞിനെ കൊന്നു കൂട്ടുകാരെ. കണ്ടോ വെറുതെ മുഖം വീർപ്പിച്ച് കൊതി. ഞാൻ മുഖത്ത് വീർപ്പിച്ചിട്ടൊന്നുമില്ല. ഞാൻ നിന്നോട് തന്നെ മുഖത്ത് വീർപ്പിക്കുന്നേ. പറയ് നീ എന്താ പറഞ്ഞ? അച്ഛനമ്മമാരും ഒന്നുമില്ല പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഉണ്ടായപ്പോൾ നമ്മുടെ അച്ഛനമ്മമാർക്കൊക്കെ എന്താണ് ഫീൽ ചെയ്തത്, അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ നിങ്ങളുടെ പാരൻസിനോട് ജസ്റ്റ് ചോദിച്ചു നോക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുണ്ടായി നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തതെന്ന് ജസ്റ്റ് ഓർത്ത് നോക്ക്.